ഹായ് ഗൈസ്, എല്ലാവർക്കും എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് നിങ്ങളോട് എനിക്ക് പറയാനുള്ളത് ഒരു ദുഃഖകരമായ സംഭവത്തെ പറ്റിയാണ്. അപ്പോൾ ഈ ദിവസങ്ങളായിട്ട് ഞാൻ ഒരു കാര്യം അറിയാൻ ഇടയായി. വേറൊന്നുമല്ല, ഇത്രയും ദിവസം മഴ പെയ്തുകൊണ്ട് ഇരിക്കുകയാണല്ലോ. അപ്പോൾ അതിൻ്റെ ഇടയിൽ മഴ പെയ്ത് ഇരിക്കുന്ന സമയത്ത് അതിൻ്റെ ഇടയിൽ പലരും ഇങ്ങനെ എനിക്കൊരു സ്ഥലം വരെ പോകാനുണ്ട്, എനിക്ക് യാത്രയുണ്ട്, ടൂറുണ്ട്, അതിലുണ്ടെന്ന് പറഞ്ഞ പുറത്തേക്ക് അത് മഴ പെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ചില സ്ഥലങ്ങളിൽ എത്തിപ്പെടുന്ന ഓരോ ജനങ്ങൾ എന്താ പറയുക, ഓരോരോ കുടുംബമൊക്കെ ഈ ഒഴുകി പോകുന്ന വെള്ളത്തിൻ്റെ അടിയിൽ ഇങ്ങനെ പോവാറുണ്ട്. പിന്നെ ചിലവരൊക്കെ കുടുങ്ങാറുണ്ട് ശരിക്കും വെള്ളത്തിൽ വെച്ച് തന്നെ. അപ്പോൾ എൻ്റെ ഒരു അഭിപ്രായം എന്ന് വെച്ചാൽ, നിങ്ങൾ ഈ മഴ പെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ഒരിക്കലും വീടിൻ്റെ പുറത്തേക്കൊന്നും പോകരുത്. ഈ യാത്ര, അതുപോലെ തന്നെ ടൂറ്, പിന്നെ മറ്റ് ഫങ്ഷനൊക്കെ നിങ്ങൾ കുറച്ച് നേരത്തേക്ക് നിർത്തി വയ്ക്കണം. അതല്ലെങ്കിൽ കുറച്ച് ദിവസത്തേക്ക് നിർത്തി വയ്ക്കണം. നിങ്ങൾ ഒന്നെങ്കിൽ നിങ്ങൾ മഴ അല്ലാതും പെയ്തൊക്കെ കഴിഞ്ഞ് കാലാവസ്ഥ എങ്ങനെയാണെന്ന് അറിഞ്ഞിട്ട് നിങ്ങൾ പുറത്തേക്ക് പോവുക. അതാണ് ഏറ്റവും നല്ലത്. അതിനേക്കാൾ ഏറ്റവും നല്ലത് നിങ്ങൾ പോകാണ്ടിരിക്കുന്നതാണ് ഏറ്റവും നല്ലത്. അല്ലെങ്കിൽ നിങ്ങൾക്ക് വലിയൊരു അപകടം ഉണ്ടാവും. അതുകൊണ്ട് ആ അപകടത്തിൽ നിന്ന് പിന്മാറണമെങ്കിൽ എന്ത് ചെയ്യണം? നിങ്ങൾ നിയമം അനുസരിക്കണം. മഴ പെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ഒരിക്കലും പുറത്തേക്ക് ഇറങ്ങരുത്. ഇത് പണ്ടുള്ളൊരു നമുക്ക് പറഞ്ഞു തരുന്നൊരു സംഭവമാണ്. അത് ചെറിയ കുട്ടികളോടായാലും മുതിർന്നവരോടായാലും ഇത് ബാധകം തന്നെയാണ്. മഴ പെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ഒരിക്കലും പുറത്തേക്ക് ഇറങ്ങാൻ പാടില്ല. നിങ്ങൾക്ക് എന്തെങ്കിലും ആവശ്യം ആയിക്കോട്ടെ, ഇത് ടൂറാ, പിന്നെ യാത്രക്കാ, ആരെങ്കിലും ഫങ്ഷനൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ കുറച്ച് ദിവസത്തേക്ക് മാറ്റി വയ്ക്കണം. മനസ്സിലായോ? കാരണം ഇതൊക്കെ പറഞ്ഞു തരണത് നിങ്ങളുടെ ജീവൻ്റെ സുരക്ഷയ്ക്ക്. നിങ്ങൾ പോയോണ്ട് ഒരു കുഴപ്പമൊന്നുമില്ല. പക്ഷെ പോയി കഴിഞ്ഞാൽ ഉള്ള ഒരു സംഭവം എന്താണെന്ന് വെച്ചാൽ, നിങ്ങൾ ഈ മഴ പെയ്തോടെ ഇടയ്ക്ക് നിങ്ങളെങ്ങാനും പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആണ് ആപത്ത്. നിങ്ങൾക്കാണ് അപകടം വരിക. കാരണം ഒരുപാട് സ്ഥലത്ത് വെള്ളപ്പൊക്കം, ഉരുൾപൊട്ടലൊക്കെ ഉള്ളതാണ്. അപ്പോൾ നിങ്ങൾക്കെങ്ങാനും അതുമൂലം വല്ല അപകടം ഉണ്ടായാലോ, നേരത്തെ തന്നെ നിങ്ങൾ പെട്ടിയിലോ, നിങ്ങളും നേരത്തെ തന്നെ മരണപ്പെടും. അതിന് സുരക്ഷിതയ്ക്ക് വേണ്ടിയിട്ടാണ് പറഞ്ഞു തരണത്. നിങ്ങൾ ഒരിക്കലും മഴ പെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ഊരിക്കോട്ടെ പുറത്തേക്ക്, വീടിൻ്റെ ഉള്ളിൽ തന്നെ ഇരിക്കണം. അതല്ലെങ്കിൽ നിങ്ങൾ എവിടെയാണ് നിൽക്കണമെന്ന് വെച്ചാൽ അവിടെ നിന്ന് നിങ്ങൾ മാറി വല്ല ഹാളിലേക്കോ പള്ളിയിലേക്കോ എങ്ങാനും മാറി നിൽക്കുക. അത് മഴ പെയ്ത് കഴിയണ വരെ നിങ്ങൾ ക്ഷമയോടെ മാറി നിൽക്കുക. സുരക്ഷിതമായ സ്ഥലങ്ങളിലേക്ക് മാറി നിൽക്കുക എന്നതാണ് എൻ്റെ അഭിപ്രായം. അത് കാലാവസ്ഥയൊക്കെ ഇങ്ങനെയുണ്ട്. മഴയൊക്കെ പെയ്ത് കഴിഞ്ഞ ശേഷം നിങ്ങൾ വല്ല ടൂറാ, അതുപോലെ തന്നെ നിങ്ങളുടെ ആവശ്യം എന്താ വെച്ചാൽ അത് നിറവേറ്റുക. അപ്പോൾ എൻ്റെ ഒരു അഭിപ്രായം എന്ന് പറഞ്ഞാൽ, മഴ പെയ്തുകൊണ്ടിരുന്ന സമയത്ത് ഒരിക്കലും ഒരു യാത്രകൾക്കും ഒന്നും ചെയ്യരുത് നിങ്ങൾ. അതെല്ലാം കുറച്ച് കഴിഞ്ഞ ശേഷം, അതല്ലെങ്കിൽ കുറച്ച് ദിവസത്തേക്ക് അത് മാറ്റി വയ്ക്കുക.
എനിക്കൊരു അഭിനന്ദനങ്ങളുണ്ട്. വേറൊന്നല്ല, ഇത്രയും ഈ 4 ദിവസം ഒരു പല പല സ്ഥലങ്ങളിൽ വെച്ചിട്ട് അതാത് സ്ഥലത്തുള്ള പോലീസുകാരും പിന്നെ ഫയർഫോഴ്സൊക്കെ പിന്നെ അവരുടെ കൂടെ കുറച്ച് നന്മ നിറഞ്ഞ സ്നേഹമുള്ള ജനങ്ങൾ അവരുടെ സ്വന്തം ജീവൻ ബലി കൊടുത്ത് മറ്റൊരാളുടെ ജീവിതം അവർ രക്ഷപ്പെടുത്തിയെടുത്തു. അത് എത്ര പറഞ്ഞാലും എത്ര നന്ദി പറഞ്ഞാലും തീരില്ല. കാരണം അവർ അത്രയ്ക്കും നല്ലൊരു കാര്യമാണ് അവർ ചെയ്തത്. എത്ര പറഞ്ഞാലും എത്ര നന്ദി പറഞ്ഞാലും തീരില്ല. അവരോട് എൻ്റെ വക ഒരു 1000 ഞാൻ നന്ദി നേർന്നു കൊള്ളുന്നു. അപ്പോൾ അവർക്ക് എൻ്റെ പ്രത്യേക അഭിനന്ദനങ്ങൾ. ഇത്രയും റിസ്ക്കൊക്കെ എടുത്ത് സ്വന്തം ജീവൻ ബലി കൊടുത്ത് മറ്റൊരാളുടെ ജീവിതം രക്ഷിക്കുക എന്ന് പറഞ്ഞാൽ ചെറിയൊരു കാര്യമല്ല, വലിയൊരു കാര്യമാണ്. അപ്പോൾ അവർക്കും പിന്നെ സഹായിച്ച വ്യക്തികൾക്കൊക്കെ ഒരുപാട് അഭിനന്ദനങ്ങളുണ്ട് എൻ്റെ വക. അപ്പം ഞാൻ ഈ ന്യൂസൊക്കെ അറിയാതെ ടി വിയിലാണ്. അപ്പോൾ ടി വിയിൽ ഇതൊക്കെ നിങ്ങളൊക്കെ ഇങ്ങനെയൊക്കെ ചെയ്യുന്നുണ്ടെന്ന് അറിഞ്ഞപ്പോൾ തന്നെ എനിക്കിപ്പോൾ വളരെയധികം സന്തോഷമായി. കാരണം ഇങ്ങനെ ചില മനുഷ്യർ ഉണ്ടല്ലോ. അപ്പോൾ എനിക്ക് വളരെയധികം സന്തോഷമായി. അല്ലാത്തവരുണ്ട്, ഈ കൈയും കെട്ടി നോക്കി നിൽക്കുന്ന ചിലരുണ്ട്. പക്ഷെ അവരെ പോലെയല്ല നിങ്ങൾ. അതെനിക്ക് മനസ്സിലായി. സ്വന്തം ജീവൻ ബലി കൊടുത്ത് മറ്റൊരാളുടെ ജീവിതം രക്ഷിക്കുക എന്ന് പറഞ്ഞാൽ നിസ്സാര കാര്യമല്ലത്, എളുപ്പമുള്ളത്, ഈസിയല്ല. നല്ല കൺട്രോളിങ്ങും ബുദ്ധിപരമായ കാര്യങ്ങളൊക്കെ വേണം. പിന്നെ സാഹസികം ഒക്കെ വേണം. അഭിനന്ദനങ്ങൾ അറിയിക്കുകയാണ്. വളരെ വളരെ നന്ദി ഫയർഫോഴ്സിനും പോലീസുകാർക്കും അതുപോലെ തന്നെ സഹായിച്ച ജനങ്ങൾക്കും ഞാൻ നന്ദി നേർന്നു കൊള്ളുന്നു. അപ്പോൾ എൻ്റെ ഈ വീഡിയോ നിങ്ങൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. എൻ്റെ ഈ നല്ലൊരു വ്ളോഗ് നിങ്ങളുടെ ഫ്രണ്ട്സുകളിലേക്ക് എത്തിക്കുക, പരമാവധി സപ്പോർട്ട് ചെയ്യുക. ഇത്രയുള്ളൂ. നന്ദി, നമസ്കാരം. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. അപ്പോൾ അടുത്ത വീഡിയോയിൽ വേറെ സംഭവമായിരിക്കും, വേറെ സബ്ജക്റ്റായിരിക്കും. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. അതുവരെ ടാറ്റ, ബൈ ബൈ, സീ യു.